മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഐഷമിസാണ്, നിങ്ങളുടെ സ്വന്തം വേയമാണ് മക്കളെ. നമ്മുടെ സോഷ്യൽ എക്സാം ആണ് അടുത്തത് നമുക്കുള്ളത് അല്ലേ. സോ നമുക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ തൊഴിൽ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യങ്ങളാണ് വരിക, ആ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് എന്ത് ചെയ്ത് തരാം, ഈ ഒരൊറ്റ വീഡിയോയോട് സെറ്റാക്കി തരാം. അപ്പോൾ മക്കളെല്ലാവരും പെട്ടെന്ന് വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് നമ്മളെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ അല്ലെ. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം തൊഴിൽ, അതിന്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാളുടെ കീഴിലല്ലാതെ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉദാഹരണവും ഇതെങ്ങനെയാണ് ഉണ്ടാവുക, അതായത് നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാം. ഇതിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇതിന്റെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് എടുക്കുന്നതും നമ്മൾ തന്നെയാണ്. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കീമുകൾ, പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് സോഴ്സസ് ഓഫ് ഇൻകം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നല്ലൊരു ചോദ്യം ഉണ്ടാകും. വരുമാന മാർഗങ്ങൾ, നമുക്ക് എങ്ങനെയൊക്കെ വരുമാനം കിട്ടും, നമ്മളെ ആസ്തികളിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും, ബാങ്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളെ ജോബിൽ നിന്ന് കിട്ടും അല്ലേ. നമ്മളുടെ എംപ്ലോയ്മെന്റിൽ നിന്ന് കിട്ടും, കൃഷിയിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സോഴ്സസ് ഓഫ് ഇൻകത്തിൽ പഠിച്ചു വെക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സോഴ്സ് ഓഫ് ഇൻകമും അതിൻ്റെ ഇൻകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അതായത് ഒരു ഉദാഹരണം മിസ് പറയുകയാണെങ്കിൽ, അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് പറയുന്നു, ക്രോപ്പ് എന്ന് പറയുന്നു. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ എന്താ പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ മിസ് ചോദിക്കുകയാണ്. എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ആ കാര്യം കൂടി ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് അസറ്റ് എന്നുള്ളതാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആസ്തിയാണ് അല്ലേ. അസറ്റ് അഥവാ ആസ്തികൾ എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബിൽഡിങ്സ്, നമ്മുടെ സ്വത്തുക്കളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസ്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എംപ്ലോയ്മെന്റ് എന്താണ്, സാലറിയും വേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഫിസിക്കലിയോ അല്ലെങ്കിൽ ഇന്റലക്ച്വലിയോ ഭൗതികമായോ അല്ലെങ്കിൽ അവരുടെ കായികമായോ എന്ത് ചെയ്യാനോ ഒരു ജോലി ചെയ്യാണ്, വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ശമ്പളം എന്ന് പറയുന്നത് ഒരു മാസത്തേക്കാണ് കണക്കാക്കുന്നത്. പക്ഷെ കൂലി എന്ന് പറയുന്നത് ദിവസമോ അല്ലെങ്കിൽ മണിക്കൂർ. ഓക്കെ, ഇതിന് കിട്ടുന്നതാണ് നമ്മൾ കൂലി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ടു ഇന്റർവ്യൂ ആൻ ഓൺട്രപ്രനർ ഹു ഹാസ് അച്ചീവ്ഡ് സക്സസ് ഓൺ ലൈഫ് ത്രൂ സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വയം തൊഴിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒരു സംരംഭകരെ അഭിമുഖം ചെയ്യുന്നതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, സെൽഫ് എംപ്ലോയ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അയാളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ജോലി ചൂസ് ചെയ്തു, നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, സ്റ്റാർട്ടിങ് ഈസി ആയിരുന്നോ, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു, എങ്ങനെയാണ് ഇപ്പോൾ എത്ര വർക്കേഴ്സ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസും അതിന്റെ ബെനിഫിഷ്യറീസും അല്ലെ. ഒരുപാട് പദ്ധതികളുണ്ട്. പദ്ധതികൾ ഏതൊക്കെയാണ്, കൈവല്യുണ്ട്, ശരണ്യുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാലോ അല്ലെ. കൈവല്യ എന്ന് പറഞ്ഞാൽ കൈത്താങ് കൊടുക്കുകയാണ്. ശരണ്യ എന്ന് പറയുന്നത് ആർക്കാണ്, സ്ത്രീകൾക്കുള്ളതാണ്. പിന്നെ സീനിയർ സിറ്റിസൺസിന് നവജീവൻ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. അപ്പോൾ ഇതാർക്കൊക്കെ ഉള്ളത് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഷോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ കാർഷിക വൃത്തികളും കാർഷികേതര വൃത്തികളും, അതായത് കാർഷിക തൊഴിലുകൾ എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൊഴിലുകളാണ്. ഓക്കെ, കാർഷിക തൊഴിലുകളും നമ്മളെ പ്രകൃതിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജോബ്സ് ഉണ്ട്. പിന്നെ അല്ലാത്ത ഓഫീസ് വർക്കൊക്കെ തുടങ്ങിയിട്ടുള്ള ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, ഇതൊക്കെ വരുന്നത് ഏതാ, നോൺ അഗ്രികൾച്ചറൽ ആണ് അല്ലേ, കാർഷികേതര തൊഴിലുകളാണ്. അപ്പം ഇതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ഓണം എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ബസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ക ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മറക്കണ്ട,
ഈ എംപ്ലോയ്മെന്റിന്റെ ഇൻകത്തിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്തു. ആൻഡ് മക്കളെ, ഒരു കിഡിലൻ ഓഫർ ഇവിടെ നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, നമ്മുടെ സൈലത്തിൻ്റെ ഓണം ഓഫറിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പം നമ്മളുടെ ബേസ് പ്ലാൻ ആണെങ്കിലും ഇൻഫിനിറ്റിയിലാണെങ്കിലും 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് വേണോ, അങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ടീച്ചേഴ്സിനോട് നേരിട്ട് ചോദിച്ചിട്ടുള്ള ക്ലാസ്സസ് വേണോ, അതേപോലെയുള്ള ലൈവ് ക്ലാസ്സസ് നമുക്കുണ്ട്. ഈസി ആയിട്ടുള്ള ടെക്സ്റ്റ് വാരി വലിച്ചിട്ടല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് എല്ലാ എക്സസൈസും സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓഫർ പെട്ടെന്ന് അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും സെറ്റാക്കാൻ പറ്റുന്നതുമാണ്. അപ്പം മക്കൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, 9995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു ടൈം നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എക്സാം ഈസി ആവാൻ വേണ്ടിയിട്ട് മിസ്സും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മിക്സിൻ്റെ ഫേവറേറ്റ് ഫ്ലവറിൻ്റെ കൂടെ. ഓക്കെ, സോ ബൈ.